ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇനി ഞാനൊരു ലെഫ്റ്റ് ഓവർ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. അതിനോടൊപ്പമുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പം ഞാനിവിടെ ഒരു 4 മണി പലഹാരമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് രാവിലെ ബാക്കി വന്ന ഇടിയപ്പം എടുത്തിട്ടുണ്ട്. ഒരു 4 പീസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മുട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. മുട്ട ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ കഴിക്കില്ലെങ്കിൽ അത് ഒഴിവാക്കാം. പിന്നെ ഒരു ചെറിയ പീസ് ഉള്ളി ചെറുതായി മുറിച്ചെടുത്തത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ആദ്യം നമ്മൾ ഇടിയപ്പം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. മുറിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. ഇപ്പോൾ നന്നായി പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാന് സ്റ്റൗവിൽ വെക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കറിവേപ്പിലയും ഉള്ളിയും ഒന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ഒന്ന് വഴറ്റി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഇടിയപ്പവും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. അത് നിങ്ങളെടുത്ത ഇടിയപ്പത്തിനനുസരിച്ചിട്ട് അളവ് കൂട്ടാം കേട്ടോ. അതിനുശേഷം അതൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മുട്ടയെടുത്ത് ഇതിലേക്കൊന്ന് പൊട്ടിച്ചെടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഈ ടൈമിൽ നമ്മൾ ഫ്ലെയിം ഒന്ന് നന്നായി കൂട്ടി കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അടിക്ക് പിടിക്കാതെ നോക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.